കോളേജ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പ്രതി ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തതിലെ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. അന്വേഷണ ഉദ്യോഗസ്ഥരായ ഡിവൈഎസ്പി സുധീർ കല്ലൻ കോടതിയിൽ ഹാജരായി വീഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് വിശദീകരിക്കണമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർത്തുണ്ട്. മിഥുനെ, അറസ്റ്റിലെ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കോടതിക്ക് മുൻപിൽ പറയേണ്ടി വരിക? സുധീർ കല്ലൻ കോടതിയിൽ ഹാജരായിട്ടുണ്ടല്ലോ അല്ലേ? അശ്വതി, നെടുങ്കാറ്റ് കേസുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പി സുധീർ കല്ലൻ കോടതിയിൽ ഹാജരായി. അതിൽ അറസ്റ്റ് ചെയ്തതിലെ വീഴ്ച പ്രോസിക്യൂഷൻ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. വീണ്ടും അറസ്റ്റ് ചെയ്യാൻ അനുമതി വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഭാഗം ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ 3 മണിക്ക് ശേഷം തലശ്ശേരി കോടതി ഉത്തരവ് പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അറസ്റ്റ് നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കടക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല, ഈ വീഴ്ച, അതായത് ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ഉണ്ട്. അതായത് അറസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ഈ പ്രതിയെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. അത് അറസ്റ്റ് ചെയ്യാൻ ആ സമയത്ത് വാക്കാൽ പ്രതിയെ കാരണമൊക്കെ ബോധ്യപ്പെടുത്തി എന്നാണ് ഡിവൈഎസ്പി പറഞ്ഞത്. പക്ഷേ വിശദീകരണം അങ്ങനെ നൽകിയാൽ പോലെ എഴുതി തന്നെ നൽകണമെന്നൊരു കാര്യമാണ് കോടതി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കോടതി അറസ്റ്റിന്റെ കാര്യത്തിലുള്ള ഉത്തരവ് വൈകുന്നേരം 3 മണിക്ക് ശേഷം പറയുമെന്നൊരു നിലപാടെടുത്തിരിക്കുന്നത്. 3 മണിക്ക് ശേഷം ആ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അശ്വതി. ശരി മിഥുൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും അറസ്റ്റിലെ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മിഥുൻ പിള്ള.